നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പറയേണ്ടതെല്ലാം എണ്ണിപ്പറഞ്ഞ് കോടിയേരി, സ്വാഗതം ചെയ്ത് കാനം, നിരാശ ആർക്ക്? പറയേണ്ടതെല്ലാം എണ്ണിപ്പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ, സ്വാഗതം ചെയ്ത് കാനം. ഈ വിഷയത്തിൽ നിരാശ ബാധിച്ചത് ആർക്കാണ്? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് പി ബിജു, കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, BJP വക്താവ് MS കുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ, ഒപ്പം CPI നേതാവ് K രാജൻ MLA ടെലിഫോൺ ലൈനിലും. ശ്രീ പി ബിജു, കാനത്തിൻ്റെ വാർത്താ സമ്മേളനം ഉപയോഗിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷവും നേരത്തെ. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. പ്രതിപക്ഷം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു ആയുധത്തെ കൊടുക്കുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല. ഭരണത്തിലെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉറക്കെ പറയുന്നത് അത് ഭരണത്തെ സഹായിക്കില്ല. ഇതൊക്കെ ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണന് പറയേണ്ടി വന്നത്. എന്തായാലും അങ്ങനൊരു വാർത്താ സമ്മേളനം മറുപടിയായി ഇന്ന് ശ്രീ കോടിയേരിക്ക് പറയേണ്ടി വന്നു. അദ്ദേഹം 6 വിഷയങ്ങൾ എടുത്ത് ഈ സർക്കാരിൻ്റെ നിലപാടെന്താണെന്നും CPMൻ്റെ നിലപാടെന്താണെന്നും വ്യക്തമായി പറഞ്ഞു. ആ കാര്യത്തിൽ CPIക്കും CPMനും ഒരു വ്യത്യാസമായ അഭിപ്രായം ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത് ഇന്നത്തെ വാർത്താ സമ്മേളനം, കോടിയേരിയുടെ വാർത്താ സമ്മേളനം കാണുമ്പോൾ വ്യക്തവുമാകുന്നുണ്ട്. അത് സ്വാഗതം ചെയ്തു കാനം. ഇത് ഒരു തരത്തിൽ ഗുണകരമായി എന്നാണോ ശ്രീ പി ബിജു, CPM ഇപ്പോൾ വിലയിരുത്തുന്നത്? വ്യക്തമായി കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു, പ്രതിപക്ഷത്തിൻ്റെ വാ അടഞ്ഞു. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, പാവപ്പെട്ടവരുടെ ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് 5 വർഷക്കാലം ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനും ആ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താനും സങ്കുചിത താല്പര്യക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക്, ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായമാണ് ഉയർന്നു വന്നത്. കാരണം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ നാട് നേരിടുന്ന, രാജ്യം നേരിടുന്ന വെല്ലുവിളി, ഒരു ഭാഗത്ത് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വർഗീയത ശക്തിപ്പെടുത്തുന്നതിനും ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി മറ്റ് ജനവിഭാഗങ്ങൾക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുന്നു. സാമ്പത്തിക രംഗത്താണെങ്കിൽ കോൺഗ്രസും BJPയും ഒരേ നയങ്ങൾ സ്വീകരിക്കുന്നു. 49% വരുന്ന ഇന്ത്യയുടെ സ്വത്ത് 1% വരുന്ന ആൾക്കാരുടെ കയ്യിലായിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ അത് 59ആയി, 10% കൂടി. അപ്പോൾ BJPയും കോൺഗ്രസും പ്രതിദാനം ചെയ്യുന്ന സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരാണ്. അതിനൊരു ബദലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ശക്തിപ്പെടേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്, പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ, മോശപ്പെടുത്താൻ സങ്കുചിതമായിട്ടുള്ള ശക്തികൾ നിരന്തരമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രതിപക്ഷത്തിന് ഇതൊരായുധമാക്കാൻ CPI പോലുള്ള ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ ചില സമീപനങ്ങൾ പരസ്യമായി സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ BJPക്കും ഇതൊരു ആയുധമാക്കാനും, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കെതിരെ നിലപാട് സ്വീകരിച്ച്, അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ ആകെ വിഷമിപ്പിക്കുന്നതാവും. ആ നിലയിൽ വേണം, ഞാൻ ആ പത്രസമ്മേളനത്തെ കണ്ടിട്ടുള്ളത് ആ നിലയിലാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അപ്പോൾ ശരിക്കും നിരാശരായത് ഇപ്പോൾ പ്രതിപക്ഷമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല 1 മണിയായപ്പോൾ മാധ്യമങ്ങളെ കണ്ടു. കാരണം അതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതനുസരിച്ച് അവിടെ വലിയ കടുത്ത ഭാഷയിൽ CPIയെ ആക്രമിക്കുന്ന രീതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയും. അപ്പോൾ തിരിച്ച് ശ്രീ കാനം രാജേന്ദ്രനും CPI നേതാക്കളും വല്ലാത്ത ഭാഷയിൽ തിരിച്ച് പ്രതികരിക്കും. അപ്പോൾ പറയേണ്ട വാക്കുകൾ ഒരുക്കൂട്ടി വച്ചിരുന്നത് വീണ്ടും ശ്രീ രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു എന്ന തോന്നലാണ് ഉണ്ടായത് ആ വാക്കുകൾ കേട്ടപ്പോൾ. കാരണം കോടിയേരി പറഞ്ഞത് വ്യക്തമായി മനസ്സിലായ കാനം രാജേന്ദ്രൻ സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്. പക്ഷേ രമേശ് ചെന്നിത്തല പിന്നീട് പറഞ്ഞത് എന്താണ്? ചെളിവാരി എറിയുന്ന LDF ഘടകകക്ഷികൾ, കലഹം മുന്നണി LDF, ഇതൊക്കെയാണ് പറഞ്ഞത്. അത് പറയേണ്ട സന്ദർഭമായിരുന്നില്ല. കാര്യങ്ങൾ എഴുതി വെച്ചത് പിന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയായിരുന്നോ, വെച്ച് പറയുകയായിരുന്നോ ശ്രീ രമേശ് ചെന്നിത്തല?
ഞങ്ങൾ പിന്നെ എന്ത് പറയണം? ഞങ്ങളല്ല ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത്. ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ഇടതുമുന്നണി തന്നെയാണ്. ഈ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ വളരെ പക്വതയുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു എന്ന് ഞാനും സമ്മതിക്കുന്നു. ഞാനത് മുഴുവൻ ടി വിയിൽ കണ്ട ആളാണ്. പക്ഷേ അതിനുശേഷവും എന്താണ് ശ്രീ കാനം പറഞ്ഞത്? കാനം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ചില നിലപാടുകളിൽ മാറ്റമില്ല. ഒന്ന്, നക്സലൈറ്റ് മൂവ്മെൻറ്റുമായിട്ടുള്ള കാര്യത്തിൽ അവർക്ക് അതിൽ മാറ്റമില്ല. ജിഷ്ണു പ്രണായിയുടെ അമ്മയെ കൈകാര്യം ചെയ്ത കാര്യത്തിൽ CPI നിലപാടിൽ മാറ്റമില്ല. അദ്ദേഹം പറഞ്ഞു നക്സലൈറ്റുകളുടെ കാര്യത്തിൽ CPM നിലപാട് കോടിയേരി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നിലപാടുകൾ അവിടെ തന്നെ നിൽക്കുകയാണ് അവർ. ഇപ്പം ഞങ്ങൾക്കിതിൽ വലിയ കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ 5 വർഷം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കണം എന്നാണ് ജനങ്ങളുടെ വിധി. ആ ജനവിധി അംഗീകരിക്കുന്ന മുന്നണിയാണ് ഞങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ മുന്നണി ഇത്രയും കാലം ഭൂരിപക്ഷം കിട്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ പരസ്പരം ഓരോ കാര്യങ്ങളിൽ തർക്കിക്കുന്നു. ഞാൻ അതിലേക്ക് മുഴുവൻ പോകുന്നില്ല. ഇന്ന് അവർ രണ്ടുപേരും പറഞ്ഞ പല കാര്യങ്ങളിൽ യോജിപ്പിലെത്തിയിട്ട് ചർച്ച ചെയ്യുന്ന അവർ നല്ല കാര്യം. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ വലിയ പ്രതീക്ഷ കൊടുത്ത് ഇപ്പോൾ എല്ലാം ശരിയാക്കുമെന്ന വാക്ക് വിശ്വസിച്ചാണ് അവർ വോട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ പ്രവർത്തനത്തിലൊന്നും നടക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു പ്രശ്നം അതാണ്. ഗവൺമെൻറ് കിട്ടിയ മാൻഡേറ്റ് അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, പരസ്പരം പല കാര്യങ്ങളിലും യോജിപ്പിലെത്താൻ കഴിയുന്നില്ല. ഇപ്പം മൂന്നാറിലെ ഇഷ്യൂവിൽ ഇപ്പോഴവർ യോജിപ്പിലെത്തിയിട്ടില്ല. ഇന്ന് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് വിഷ്ണു പ്രണായിയുടെ. ആ കുടുംബത്തെ തള്ളിപ്പറഞ്ഞാണ് ഇന്ന് ശ്രീ എളമരം കാര്യം വന്നിരിക്കുന്നത്. അത് അവരുടെ കാര്യം. ഞാനീ പറയുന്നത് ഒരു പ്രതിപക്ഷമെന്ന നിലയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറയാൻ ബാധ്യസ്ഥരല്ലേ? അങ്ങനെ ഞങ്ങൾ അഭിപ്രായം പറയുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു വലിയ ഒരു നിരാശ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. 11 മാസമായിട്ടുള്ളൂ. ഇനി അവർക്ക് ജനവിധി കിടക്കുകയാണ് 4 കൊല്ലത്തിലധികം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള വൈരുദ്ധ്യം അവർ തന്നെ പറഞ്ഞു തീർക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഇപ്പം നക്സലൈറ്റിൻ്റെ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു അത് ഞങ്ങൾ CPI നിലപാട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന കരുണാകരൻ ഹോം മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് കേരളത്തിൽ വർഗീസ് വെടിയേറ്റ് മരിച്ചതും നക്സലൈറ്റുകളെ ഒതുക്കിയതും ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ന് അച്യുതമേനോനും കരുണാകരന്റെ ആ ഗവൺമെന്റ് എന്താണ് പ്രതിപക്ഷത്തിന്റെ റോൾ എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയായിരുന്നു. 5 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കാനാണ് ജനം പറഞ്ഞത്. അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നയമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ എന്താണ് നിങ്ങളുടെ നിലപാട് ഓരോ കാര്യത്തിലും എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MS കുമാർ, BJP പരസ്യമായി ഇന്ന് ഈ വാർത്താ സമ്മേളനങ്ങളെ ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് കണ്ടില്ല. അതായത് തൽക്കാലം ഇതിനകത്ത് ഇടപെടേണ്ട ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പാർട്ടികളും ഉപയോഗിച്ചപ്പോൾ BJPയും ഇതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ CPI പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്നൊരു അഭിപ്രായം പറയുന്നതിനായി BJPയുടെ നേതാക്കൾ വന്ന് കണ്ടില്ല. ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ശ്രീ MS കുമാറിനും പറയാനുണ്ടാകുക. അതായത് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം കാനം രാജേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിലപാടുകളിൽ നിൽക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, എല്ലാം ചർച്ച സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇതല്ലേ പറഞ്ഞത് എന്നാണ് ഡൊമിനിക് പ്രസന്റേഷൻ ചോദിച്ചത്. ശ്രീ MS കുമാറും അത് തന്നെയായിരിക്കാം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അവിടെ നിങ്ങൾ എന്താണ് വായിച്ചെടുക്കുന്നത്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് 6 വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. CPMൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇടതുപക്ഷ സർക്കാരിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ 6 അഭിപ്രായവും കാനം രാജേന്ദ്രന് ഉറച്ചു നിൽക്കുന്ന ആ അഭിപ്രായങ്ങൾ തന്നെയല്ലേ ശ്രീ MS കുമാർ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം. അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ലാൽ എന്തായാലും ശ്രമിക്കേണ്ട. പിന്നെ നിങ്ങളെ കൈരളി ചാനലിലെ വാർത്തകളിൽ ചർച്ചയിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയൊന്നും ഇന്ന് ശ്രീ കോടിയേരിയുടെയും കാനം രാജേന്ദ്രൻ്റെയും പത്രസമ്മേളനം കണ്ടവർക്ക് തോന്നില്ല. കോടിയേരി പറഞ്ഞ 6 കാര്യങ്ങൾക്കും വ്യത്യസ്തവും വിരുദ്ധവുമായ നിലപാടാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്. കുറച്ചുകൂടി മയമായി, കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു ഉഭയകക്ഷി ചർച്ച ആകാമെന്ന് കോടിയേരി പറഞ്ഞു. ഉഭയകക്ഷി ചർച്ച ആകാം എന്നതിനെ കാനം സ്വാഗതം ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? 11 മാസക്കാലം ഈ മുന്നണിയിൽ ഒരു ഉഭയകക്ഷി ചർച്ചയും നടന്നിട്ടില്ലെന്നല്ലേ?
ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ആലോചിക്കാമെന്ന് കോടിയേരി പറഞ്ഞതും അത് സ്വാഗതം ചെയ്യുന്നു എന്ന് കാനം പറഞ്ഞതും. ബാക്കി നിലമ്പൂർ കാട്ടിലുള്ളത് CPM പറഞ്ഞത് CPM-ൻ്റെ അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞത് CPI-യുടെ അഭിപ്രായമാണെന്ന് കാനം പറഞ്ഞു. ജിഷ്ണുവിൻ്റെ മാതാവിനോട് ആ കുടുംബത്തോട് കാണിച്ച അനീതി CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു കാര്യവും CPM എടുക്കുന്ന തീരുമാനങ്ങൾ CPI അറിയുന്നില്ല എന്നുള്ള സ്വാഭാവികമായ മുന്നണി മര്യാദയുടെ ലംഘനമാണ് നടന്നിട്ടുണ്ടെന്നുള്ളത് കാനം രാജേന്ദ്രൻ്റെ ഇന്നത്തെ മറുപടിയിൽ വ്യക്തമാണ്. അതുകൊണ്ട് അത് സ്വാഗതം ചെയ്തു, അതോടെ പ്രശ്നം അവസാനിച്ചു എന്നൊന്നും ഇടപെടണ്ട, അങ്ങനെയൊന്നും കരുതണ്ട. BJP എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇനിയും ഇടപെടേണ്ടി വരും, കാരണം ഇത് അവസാനിച്ചില്ലല്ലോ. ഇപ്പം തന്നെ ഉപദേശകരെ വയ്ക്കുന്നു, 5-6 ഉപദേശകരെ വെച്ചു. ഏറ്റവും ഒടുവിൽ വെച്ചിരിക്കുന്ന ശ്രീ രമൺ ശ്രീവാസ്തവയെ വെച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്നും മുന്നണി ചർച്ച ചെയ്തിട്ടല്ല, മുന്നണിയുമായിട്ട് ആലോചിച്ചിട്ടല്ല, CPI-യുമായിട്ട് മാത്രമായിട്ടല്ല, മുന്നണിയിലും ആലോചിച്ചിട്ടില്ലെന്നാണ് മുന്നണി കാര്യമാണ്, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറയട്ടെ, അതാണ് പ്രകടമായി ഇങ്ങനെ വെളിയിൽ വരുന്നത്. ഒരു മുന്നണി അവരുടെ ആശയങ്ങളും പ്രത്യയശാസ്ത്രവും എല്ലാം ഒന്നിച്ചായതുകൊണ്ടല്ലല്ലോ മുന്നണികൾ ഒന്നിച്ച് നിൽക്കുന്നത്. മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി നിന്നുകൊണ്ട് ഭരണത്തിൽ കയറുന്നവരാണ്. ആ മിനിമം പരിപാടികളിൽ പോലും യോജിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് സംസ്ഥാനം ഭരിക്കുന്നത്? 5 വർഷം അവിടെ ഞാനൊന്ന് ഇടപെട്ട്, ഞാൻ ശ്രീ സജീവനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇടപെട്ട് താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മിനിമം പരിപാടിയിൽ യോജിച്ചു വരുന്ന ഒരു മുന്നണി ചർച്ച ചെയ്യാതെയാണോ മുന്നോട്ട് പോകുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഈ വാർത്താ സമ്മേളനങ്ങൾക്ക് അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളത് കാരണം ശരിയാണ്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ അഭിപ്രായം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വ്യക്തമാക്കാൻ ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അവിടെ നിലമ്പൂരിൻ്റെ കാര്യം പറഞ്ഞു. നിലമ്പൂരിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടൽ അല്ല എന്നുള്ളത് വ്യക്തമാക്കി തെളിവുകൾ നിരത്തി അദ്ദേഹം പറഞ്ഞു. അതായത് വ്യാജ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊക്കെ പണ്ട് സംഭവിച്ചതുപോലെ എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ അതല്ല വ്യാജ ഏറ്റുമുട്ടൽ എന്ന് ഇവിടെ കേരളത്തിൽ നടന്ന നിലമ്പൂരിൽ നടന്നത് അതല്ല എന്ന് പറയുമ്പോൾ CPI ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ആ അർത്ഥത്തിലുള്ള വ്യാജ ഏറ്റുമുട്ടലാണെന്ന് അവരിപ്പോൾ പറയുന്നില്ല. അഭിപ്രായം ഞങ്ങളുടേതാണ്, CPM-ന്റെ അഭിപ്രായം CPM-ന്റേതാണ്. എന്നാൽ CPI-യുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായമാണോ? നിങ്ങൾ ഈ പ്രതിപക്ഷം പറയുന്ന അഭിപ്രായമാണോ? ഏറ്റുമുട്ടലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണോ CPI-ക്കുള്ളത്? നിങ്ങൾ CPI-യോട് ചോദിക്കണം. ശരി, നിങ്ങളുടെ അഭിപ്രായം എന്താ? CPI പറഞ്ഞത് എന്താ? CPM നേതാവ് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഭിപ്രായം, ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം. ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കാനം പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾ അത് വീണ്ടും ഇട്ട് നോക്കൂ. തീർച്ചയായിട്ടും ഉറച്ചു പറ്റിയില്ല. ഇതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. അത് LDF-ന്റെ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാനം സ്വാഗതം ചെയ്തു. അത് ഭരണത്തിലെ നിർവഹണ കാര്യങ്ങളിൽ ഓരോന്നും പറയേണ്ടതല്ല. അത് ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം അത് ആയുധമാക്കും. അത് പറയാൻ പാടില്ല. കാനം സ്വാഗതം ചെയ്തു. നിലമ്പൂർ വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം ആണ്, CPM-ന്റെ അഭിപ്രായം ആണ് CPM-ന്റെ നേതാവ് പറഞ്ഞത്. അത് ശരിയാണ്. പക്ഷേ ഈ 2 അഭിപ്രായങ്ങളിൽ നിങ്ങൾ പറയുന്ന ആ അഭിപ്രായം ഇല്ല. വ്യാജ ഏറ്റുമുട്ടലാണ് അവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് CPI പറഞ്ഞോ? നിങ്ങളോട് പറഞ്ഞോ? ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ പ്രസക്തമല്ലേ. മുന്നണിക്കകത്ത് 2 കക്ഷികൾക്ക് ഒരു അഭിപ്രായം അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ലോ അക്കാഡമി വിഷയം നിൽക്കും. അഭിപ്രായമല്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ അഭിപ്രായം എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ വരെ. ഇപ്പോൾ 2 അഭിപ്രായം ആണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അവർ ഒരുമിച്ച് ഒരു അഭിപ്രായമായി സർക്കാരിന്റെ അഭിപ്രായം പുറത്തേക്ക് വരാൻ ഇനി ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം CPM നേതാവ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞു നിലമ്പൂർ വിഷയത്തിൽ എന്താണ്, അത് വ്യാജ ഏറ്റുമുട്ടലല്ല. അപ്പൊ അത് CPI-ക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇതിനകം അറിയേണ്ടതാണ്. അത് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഞാൻ തിരിച്ചു വരാം. അല്ല അത് ശരിയല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കയറി നിങ്ങൾ കുറെ പറയുക, പിന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോകുക. അതെന്ത് ഏർപ്പാടാത്? തിരിച്ചു വരുമ്പോൾ വേറെ വിഷയമായിരിക്കും. ഞാൻ ഇത് പറയട്ടെ. CPI എന്താ പറഞ്ഞത്? നിലമ്പൂർ കാട്ടിലുള്ള ഏറ്റുമുട്ടൽ അത് വ്യാജ ഏറ്റുമുട്ടലാണ്, പോലീസ് നടപടി തെറ്റാണ്. നിങ്ങളുടെ അഭിപ്രായം അല്ലല്ല. CPI പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ടടുത്ത് പറയാം, അല്ലെങ്കിൽ നിങ്ങളത് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായമായിട്ട് പറയാം. ഇപ്പോൾ അതല്ലല്ലോ വിഷയം. CPI അന്ന് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്ന് കാനം പറഞ്ഞത്. നിങ്ങൾ ചർച്ച ചെയ്ത് ഒന്നിച്ചൊരു തീരുമാനം എടുക്കുമായിരിക്കും. അത് അപ്പോഴും നമുക്ക് പറയാം. ഇന്നത്തെ നിലയിൽ വ്യത്യസ്ത അഭിപ്രായം അങ്ങനെ തന്നെ നിൽക്കുന്നു. നമ്മൾ പരസ്യമായി കണ്ടല്ലേ. നിങ്ങൾ കണ്ണടച്ചാൽ ഇന്നത്തെ അഭിപ്രായം CPM-ന്റെ അഭിപ്രായം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ ഇടപെടലിനെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. കാനം രാജേന്ദ്രൻ വ്യക്തമായ അഭിപ്രായം നിങ്ങൾ ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള അഭിപ്രായത്തോട് യോജിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ എടുക്കാൻ സാധിക്കില്ല. ഇതുപോലെ നമുക്ക് ഓരോ വിഷയം എടുക്കേണ്ടതുണ്ട്. ശ്രീ A സജീവൻ ഇന്നത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനവും തുടർന്ന് ശ്രീ കാനം രാജേന്ദ്രൻ എടുത്ത നിലപാടും സ്വാഗതം ചെയ്താണ് LDF മുന്നോട്ട് പോകുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ആ അവ്യക്തത ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ
വാർത്താ സമ്മേളനത്തിലൂടെ മാറി എന്ന നിരീക്ഷണമല്ലേ ശരിയായ നിരീക്ഷണം? കോടിയേരി ബാലകൃഷ്ണൻ്റെ പത്രസമ്മേളനം നടക്കുന്നതിന് മുമ്പ് CPM-ൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണങ്ങൾ പൂർണ്ണമായിട്ടും വ്യക്തമായിരുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. വ്യക്തമായിട്ട് ഇന്ന കാര്യത്തിൽ ഞങ്ങൾ ഇന്ന നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യം ചർച്ചകളിൽ, മാധ്യമ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള CPM നേതാക്കന്മാർ ഉൾപ്പെടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിരുന്നില്ല. നേരെ മറിച്ച് CPIയുടെ നിലപാട് അവർ പരസ്യമായി പറയുകയും അവർ ശക്തമായ രീതിയിൽ പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മറ്റു നിലപാടുകളെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്യുകയും പ്രതിപക്ഷം അതിനനുസരിച്ചുള്ള രീതിയിൽ നിൽക്കുകയും ചെയ്തപ്പോൾ ജനം വിചാരിച്ച മൊത്തമായും CPM വെട്ടിലായി എന്നാണ്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇതെല്ലാം ഓരോന്നും ലാൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 7 വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ വിഷയങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് പരാമർശിച്ചപ്പോൾ അത് ഓരോന്നും മാവോയിസ്റ്റ് സമീപനത്തിൽ 2 പക്ഷത്തെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലാൽ എന്നോട് പറഞ്ഞ പോലെ ഗുജറാത്ത് രീതിയിലുള്ള ഈ ആളുകളെ പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വെടിവെച്ച് കൊന്നിട്ട് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് വരുത്തുന്ന രൂപത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇവിടെ ഉണ്ടായില്ല. അത് അദ്ദേഹം പറഞ്ഞ വളരെ കൺവിൻസിംഗ് ആണ്. പിന്നീടുള്ള സംശയമുള്ളത് പോലീസും ആദ്യം വെടിവെച്ചോ മാവോയിസ്റ്റുകൾ വെടിവെച്ചോ ഉള്ളതാണ്. അതിനെക്കുറിച്ച് അന്വേഷണമുണ്ട്. ഒരു ജുഡീഷ്യൽ ആൻഡ് മജിസ്ട്രേറ്റ് തലത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ CPM-ന് പറയാനുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറയുകയും വേറൊരു കാര്യമുള്ളത്, CPI ഇക്കാര്യം പാർട്ടിയിലോ മുന്നണിക്കകത്ത് പറയുകയോ എന്നിട്ട് നടപടി ഉണ്ടാവാത്തതിൻ്റെ പേരിൽ പുറത്തു പറയുകയോ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു, ഈ വിഷയങ്ങളിൽ ഒന്നിൽ പോലും ആരും CPI എന്നല്ല LDF-ൻ്റെ ഘടകകക്ഷികൾ ആരും തന്നെ LDF യോഗത്തിൽ ഈ വിഷയങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിച്ചാൽ അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച CPIക്ക് അല്ലെങ്കിൽ കാനം രാജേന്ദ്രന് പിന്നീട് ഇനി വീണ്ടും അതിനെ ആവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇവർ ചർച്ച ചെയ്താൽ മതിയാവും, ഒന്നുകിൽ ഉഭയകക്ഷി ചർച്ച, അതല്ലെങ്കിൽ മുന്നണി തല ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടും നടത്തിയതിന് ശേഷം ആണല്ലോ ഇനിയും വിയോജിപ്പിൻ്റെ കാര്യം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും നേരത്തെ MS കുമാറൊക്കെ പറഞ്ഞ പോലെ 2 പാർട്ടികൾ, ഒരു മുന്നണിയിൽ നിൽക്കുന്ന 2 പാർട്ടികൾക്ക് ഒരേ നയമായിരിക്കില്ല ഉണ്ടാവുക. ഒരേ നയമുണ്ടെങ്കിൽ 2 പാർട്ടികളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടികളിലും എല്ലാ മുന്നണികളിലും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ NDA-യെക്കുറിച്ച് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ, BDJS വളരെ ശക്തമായിട്ട് BJP-യുടെ പല നിലപാടുകളും വിമർശിച്ചു. അപ്പോഴൊക്കെ BJP-യുടെ നേതാക്കന്മാരും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞുള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള പാർട്ടിയുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, മുന്നണിയുടെ രീതിയിൽ ഞങ്ങൾ ഒന്നിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇതാണിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരസ്യമായിട്ട് ഒരു ഭാഗം മാത്രം പറയുകയും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM നേതാക്കന്മാർക്ക് കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കുകയോ ചെയ്തൊരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ ഒരു ധാരണ ഇത് CPM എന്തെല്ലാമോ കുഴപ്പങ്ങൾ കാണിച്ചു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കോടിയേരി പറയുന്നു ഇത് ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇപ്പം ലാൽ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇനി പരസ്യമായിട്ട് വിഴുപ്പലക്കലിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന കർക്കശമായ താക്കീതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് കൊടുത്തിട്ടുള്ളത്. ശരി, ശ്രീ P. ബിജു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഈ കാര്യങ്ങളെ ഒരുപക്ഷെ CPI-യുടെ നിലപാട് അല്ലായിരുന്നിട്ട് കൂടി CPI ശരിയായ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ധൈര്യത്തോടെ പറയുന്നു എന്ന് പറഞ്ഞിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടുക എന്ന ജോലി കോൺഗ്രസും BJP-യും ചെയ്യുന്നത് കാണുന്നത്. അതായത് അവരുടെ നിലപാടുകൾ, ഈ പാർട്ടികളുടെ നിലപാട് വേറെ ആയിരിക്കുമ്പോഴും CPI-യുടെ നിലപാട് ഇവരുടെ നിലപാടുകളുമായി യോജിപ്പില്ലാത്ത നിലപാടായിരിക്കുമ്പോഴും ഇവർ CPI-യെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നു. മഹിജയുടെ സമരത്തെ സർക്കാർ പല കാര്യങ്ങളും ചെയ്തു എന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ മഹിജയുടെ സമരത്തെ ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ പ്രോത്സാഹിപ്പിച്ചു വിടുന്നത് കാണുന്നു. ഇതിന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ RSS-ൻ്റെ ഒരു അജണ്ടയുണ്ട്, LDF-ൻ്റെ സർക്കാരിനെ ദുർബലപ്പെടുത്തുക, IAS IPS-കാരെ ചിലരെ ഉപയോഗപ്പെടുത്തുക, അതുപോലെ നോട്ട് നിയന്ത്രണത്തിലൂടെ നയങ്ങളിൽ ഇടപെടുക, ഈ പെൻഷൻകാരെയും
ശമ്പളക്കാരെയും ബുദ്ധിമുട്ടിച്ച് സർക്കാരിന് എതിരാക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. റേഷൻ സംവിധാനത്തിൽ താറുമാറാക്കി ഇടപെടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ വളഞ്ഞുകൂട്ടി കൊണ്ടുവന്ന് സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നതിനിടയിൽ കോൺഗ്രസിനെയും CPI പോലുള്ള കക്ഷികളെയും ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കുന്നതിന് ഇടയാക്കിയിരുന്നു. ഒന്ന്, സാധാരണഗതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ BJP നേതൃത്വത്തിൽ സ്വീകരിക്കുന്നത്. അതാണ് ഈ റേഷൻ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കുറേ കോൺഗ്രസ് ആ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഒട്ടേറെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊന്ന്, IAS IPS ഓഫീസർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഗവൺമെൻറ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടിതമായിട്ടുള്ള പരിശ്രമം ഒന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നു, BJP നടത്തുന്നു, കോൺഗ്രസ് നടത്തുന്നു. അപ്പോൾ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികൾ കൂടി അതിന് സഹായകരമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിനകത്ത് അതിനകത്തൊരു ശരികേടുണ്ട്. കാരണം LDFിൻ്റെ നയമാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. മാവോയിസ്റ്റ് ഇഷ്യൂവിലൊക്കെ വ്യത്യസ്ത ധാരകളുണ്ടാകും. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ എന്നുള്ളൊരു ശ്രമത്തെയും നമുക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. അവിടെ ഏറ്റുമുട്ടലാണോ വ്യാജ ഏറ്റുമുട്ടലാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വ്യാജ ഏറ്റുമുട്ടലല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിവരം. ഇവർ പറയുന്നു വ്യാജ ഏറ്റുമുട്ടലാണ്. എന്തായാലും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണല്ലോ. അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് അന്വേഷിക്കുക. ആ അന്വേഷണം വരട്ടെ. ഏറ്റുമുട്ടൽ എങ്ങനെ നടന്നു എന്നുള്ളതാണ്. CPM CPI രണ്ട് പാർട്ടി തന്നെയാണ്. അപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അത് മറ്റ് പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂസ് അല്ല. ഇവിടെ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ആ നയങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമം പ്രതിപക്ഷം കോൺഗ്രസ് നടത്തുന്നു, BJP നടത്തുന്നു. BJP കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാർ സ്ഥിരമായി വന്നുകൊണ്ട് അല്ലെങ്കിൽ IAS IPS ഓഫീസർമാരെ തെറ്റായ രൂപത്തിൽ സ്വാധീനിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്തരം കോൺഗ്രസും BJPയും എല്ലാം സംഘടിതമായി ശ്രമിക്കുമ്പോൾ അവർക്ക് സഹായകരമായിട്ടുള്ള നിലപാട് ഒരു കാരണവശാലും ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ക്യാബിനറ്റ് ഡിസിഷനാണല്ലോ വരുന്നത്. മന്ത്രിമാരുണ്ടല്ലോ അതിനകത്ത്. എക്സിക്യൂട്ടീവ് എടുക്കുന്ന ഡിസിഷനകത്ത് മന്ത്രിമാരെല്ലാം ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഡിസിഷൻ വന്നെങ്കിൽ അവിടെ അതിനകത്ത് ചർച്ച ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സംവിധാനമുണ്ട്. LDF എന്നുള്ള രൂപത്തിൽ കൂട്ടായി ആലോചിക്കാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന തെറ്റായ പ്രചാരവേലകളുണ്ട്, ഇല്ലാ കഥകളുണ്ട്. ആ കഥകളുടെ ഭാഗമായി ആയുധം കൊടുക്കുന്നത് അതെ എന്നുള്ളതാണ്. അത് കാനം അംഗീകരിച്ചു. ഇതേ വാചകം കാനം പറഞ്ഞു. പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന നിലപാട് CPIക്കില്ല. CPIയുടെ ഇടത് നയമാണ്. അതെ, ആരും സ്വീകരിക്കാൻ പാടില്ല. ആരും എന്ന് പറഞ്ഞാൽ ആരും വരും. അതെ, ഞാൻ വരാം. അപ്പൊ അത് ബിജു ആ ഗവൺമെന്റ് LDFിന്റെ നയമാണ് നടപ്പിലാക്കുന്നത്. LDFിന്റെ സമീപനമാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അത് അങ്ങനെ അല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമം BJPയും കോൺഗ്രസും പ്രതിപക്ഷവും നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി ഇവർ കൂടി നിൽക്കാൻ പാടില്ല. BJPയുടെ ആ താല്പര്യം അല്ലെങ്കിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത് കോൺഗ്രസിന്റെ ആ താല്പര്യമാണ്. അത് BJPയുടെ ഇടപെടലിൽ കോൺഗ്രസും വീഴുന്നോ എന്ന് സംശയമുണ്ടാക്കുന്നതാണ്. തിരുത്തേണ്ടത് ഡൊമിനിക് പ്രസന്റേഷനാണ്. CPIക്ക് അത് മനസ്സിലായത് കൊണ്ടാണ് കാനം രാജേന്ദ്രൻ ഇന്ന് ആ രീതിയിൽ പറഞ്ഞത്. ആരും അങ്ങനെ ആകാൻ പാടില്ല എന്ന അഭിപ്രായത്തിലാണ് CPI എന്ന് പറഞ്ഞത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളിലും നിങ്ങളുടെ നയം അല്ല CPMൻ്റേതോ CPIയുടേതോ അല്ലെങ്കിൽ BJPയുടെ നയമോ ഒക്കെ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ നയം വേറെയാണ്. ഈ നയം വ്യത്യാസമായിരിക്കുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ ഈ ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് കിട്ടുന്ന രക്തത്തെ ആഘോഷിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ഇടപെടൽ ഉണ്ടാകുന്നു. പക്ഷെ നിങ്ങളുടെ നയം എന്താണ്? നിലമ്പൂർ സംഭവത്തിൽ CPI പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ സർക്കാർ, UDFിന്റെ സർക്കാർ വർഗീസിനോട് കാണിച്ചത് എന്താണ്? അതല്ലെങ്കിൽ മുത്തങ്ങ സംഭവത്തിൽ എടുത്ത നിലപാടിന്റെ ഭാഗമായി ജീവൻ പോയത് ഒരു ആദിവാസിക്കാണ്. ഇതൊന്നും ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന് നിലമ്പൂർ സംഭവവുമായി യോജിപ്പില്ല. അതിന് തുലനം ചെയ്യാൻ സാധിക്കില്ല. CPI പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമാണ്. ആ കാര്യത്തോട് നിങ്ങൾ ഏറ്റുപിടിച്ച് CPIയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തോന്നുക നിങ്ങളുടെ കാലത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇവിടെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും ആണ്. ഇതാണ് ചോദ്യം. മറുപടിയാണ് വേണ്ടത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, മറുപടി.
ലാല് വല്ലാതെ വിഷമിക്കും കേട്ടോ ഈ ഇന്നത്തെ ഈ കാര്യത്തിൽ. ഈ കോടിയേരിയുടെ ഈ പത്രസമ്മേളനത്തോടെ എല്ലാം ശരിയായി എന്നുള്ളത് വല്ലാതെ വിഷമിക്കണം ലാല്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈനുള്ള പാർട്ടിയാണ്. അപ്പം നക്സലേറ്റോട് വളരെ കൃത്യമായ നയങ്ങൾക്കുണ്ട്. അവരെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാതെ അവർ ആയുധമെടുത്ത് പോരാടുന്നു. ഞങ്ങളത് എതിരാണ്. ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് വർഗീസിനെ കൊന്നത്. അതാണ് ശ്രീ കോടിയേരി പറഞ്ഞത്. CP മറുപടി പറയണ്ടേ? ഒന്നത് അദ്ദേഹം വീണ്ടും സരസന്റെ കാര്യം പറഞ്ഞു. 81-ൽ ശ്രീ നയനാർ മുഖ്യമന്ത്രി സരസന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഒരു പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. CPI ആ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. അപ്പോൾ പറയേണ്ടത് ഈ വർഗീസിന്റെ കണ്ണ് ചുഴുന്നെടുത്ത് അദ്ദേഹത്തെ കെട്ടിയിട്ട് വെടിവെച്ച് കൊന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്കും അഭിപ്രായമുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ മുത്തങ്ങയിൽ ആദിവാസിയെ കൊന്നത് നിങ്ങളുടെ നയമാണോ? ആ നയമാണോ ഇപ്പോൾ LDFന്റെ നയം? അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ BJPയുടെ RSSന്റെ നയമുണ്ട് ദുർബലപ്പെടുത്താൻ. അതിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ. ലാലെ ഇടക്കിടയ്ക്ക് പറയാൻ ഞാനിപ്പോൾ അവസാനിപ്പിച്ചേക്കാം. ഇങ്ങനെ കയറി ഇടപെടരുത്. എന്നോട് ചോദിച്ചിട്ട് സമയം തരണം പറയാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ലാല് ചോദിച്ചോണ്ടിരിക്കുക, എന്നോടും കുമാരനും ലാല് ചോദിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അംഗീകരിക്കാൻ വേണ്ടി വന്നിരുന്നതല്ല. എനിക്ക് എന്റെ അഭിപ്രായമുണ്ട്. വർഗീസിന്റെ കാര്യത്തിൽ ഞങ്ങളും CPI ഒരുമിച്ച് ഭരിക്കുമ്പോൾ നടന്ന സംഭവമാണ്. അന്ന് CPI മിണ്ടിയിട്ടില്ലല്ലോ. വർഗീസിന്റെ കാര്യത്തിൽ ഞങ്ങളും CPI ഒരുമിച്ച് ഭരിക്കുകയാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രി, അന്ന് കർണാടക ഹോം മിനിസ്റ്റർ. എന്താണ് CPI മിണ്ടാഞ്ഞത്? അപ്പൊ ഞങ്ങൾക്കത് CPIയുടെ അഭിപ്രായമല്ല. പിന്നെ ഇത്തവണ മറ്റേ ഇവിടെ നടന്ന സംഭവത്തിൽ, വയനാട് നടന്ന സംഭവം ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ക്ലിയർ മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വയനാട് കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങൾ നക്സലിലേക്ക് എതിരാണല്ലോ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞങ്ങൾ എതിരാണ്. അവര് ഇന്ത്യൻ ഭരണഘടനയോടെ കൂറ് പുലർത്താതെ ആയുധമെടുത്ത് സമരം ഞങ്ങൾ എതിരാണ്. ഞങ്ങളൊരു അടിച്ചമർത്തിയിട്ടുണ്ട്. നാളെ ഞങ്ങൾ അടിച്ചമർത്തി സംശയക്കാര്യത്തിൽ വേണ്ട. ഞങ്ങളുടെ എത്ര പേരെ കൊന്നവര്, ഞങ്ങളുടെ ഒരു 8 നേതാക്കന്മാരെ വെടിവെച്ച് വന്നില്ലേ ഛത്തീസ്ഗഡിൽ? അപ്പൊ ഞങ്ങള് നക്സലെ യോജിക്കുന്നില്ല ആശയത്തോട്. നിങ്ങൾ യോജിക്കണം, നിങ്ങൾ പറഞ്ഞോളൂ. അത് ഞങ്ങളുടെ മേൽ കെട്ടിവെക്കണ്ട. പിന്നെ ഇന്ന് ശ്രീ കോടിയേരി പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി കാനം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു എന്റെ നിലപാടിൽ ആരും മാറ്റവും ഇല്ല. അതിനെന്താ മറുപടി? ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ കാര്യമാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അതിന്റെ മറുപടിയാണ് വരേണ്ടത്. നിങ്ങളുടെ നയം ഈ നിലമ്പൂർ സംഭവത്തിൽ മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ, ഇതേ അഭിപ്രായം CPIക്ക് ഉണ്ടാകുമ്പോൾ CPI പറയുന്നത് ശരിയാണെന്ന് പ്രോത്സാഹിപ്പിച്ചു വിടുന്നത് നല്ല പാർട്ടി, ആർജവത്വമുള്ള പാർട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോൾ ചിലർക്കെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ഒരു ആവേശം വരിക. അതിപ്പോൾ ഇന്ന് അവർ തമ്മിൽ യോജിച്ച് ഇനിയിപ്പോൾ പറയേണ്ട പ്ലാറ്റ്ഫോമിലാകാമെന്ന് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ ഒരു ചോര കുടിക്കൽ നയത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അത് BJPയെ സഹായിക്കാനായിരുന്നോ? പെട്ടെന്ന് എനിക്ക് ശ്രീ MS കുമാറിലേക്കൂടെ പോകണം. എവിടെ ലാലെ ചോര കുടിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഇവർ തമ്മിൽ കിടന്ന് TV ഞങ്ങളല്ല പറയുന്നത്. ഒരാൾ ഇന്ന് പറയുക, ഒരാൾ വേറെ ദിവസം പറയുക, ഇന്ന് റിപ്ലൈ കൊടുക്കുക. അപ്പൊ 2 പ്രധാനപ്പെട്ട മുന്നിലെ 2 പാർട്ടി കലഹിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, ജിഷ്ണു പ്രണായിയുടെ അമ്മ നടത്തിയ സമരത്തെ കുറിച്ച് പോലും അവർക്ക് ഇപ്പോഴും യോജിപ്പില്ലല്ലോ. ശരി, കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്ന് പറയുന്നവര് ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ സമയമുണ്ടെങ്കിൽ വരെ ഓരോന്നെടുക്കുകയാണ്. സമയമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്. ശ്രീ MS കുമാർ, താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടെന്ന് ഡൊമിനിക് പ്രസന്റേഷനെ പോലെ താങ്കളും പറയുന്നുണ്ട്. പറയൂ. ദയവായി ഇടപെടരുതെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഒന്ന്, നിങ്ങൾ പറയുന്നു ഈ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ ഭരണത്തെ സുഗമമായി പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ ബിജു ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. അരി മര്യാദയ്ക്ക് തരുന്നില്ല, അത് വിതരണം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം നിരവധി തവണ നമ്മളടക്കം ഈ പല ചാനലുകളും ചർച്ച ചെയ്തതാണത്. എന്താ കേരളത്തിൽ മാത്രം സ്റ്റാറ്റ്യൂട്ടറി റേഷനിൽ സംബന്ധിച്ച തകരാറ്? എന്താ അതവർ വിശദീകരിക്കാത്തത്? 29 സംസ്ഥാനങ്ങളിൽ കേരളവും തമിഴ്നാടും ഒഴികെ ബാക്കി 27 സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കി കഴിഞ്ഞു. അതനുസരിച്ച് അവിടെയൊക്കെ അരി വിതരണം ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നമ്മുടെ ആവശ്യമില്ല, അവർ 5 രൂപ അരിക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. മുൻഗണനാക്രമ ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിഞ്ഞ സർക്കാരിനും സാധിച്ചിട്ടില്ല, ഈ സർക്കാർ ഇത്രയും മാസമായിട്ട് സാധിച്ചിട്ടില്ല. ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ ഈ സർക്കാർ ശ്രമിച്ചോ? മുൻകൈ എടുത്തോ? റേഷൻ കടകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്ന് ആ നിയമത്തിൽ പറയുന്നു, ചെയ്തോ? അതിൻ്റെ പൈസ കേന്ദ്ര സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നു. സർക്കാരിന് ചിലവില്ല, റേഷൻ കടക്കാർക്ക് ചിലവില്ല. എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നില്ല? FCI ഗോഡൌണുകൾക്ക് പകരം സംസ്ഥാന സർക്കാർ ഗോഡൌണുകൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു, കണ്ടെത്തിയോ? ഞാൻ പറയട്ടെ, GPS സൗകര്യമുള്ള വാഹനം, മറ്റേ
കള്ളക്കടത്തുകാരുടെ ഗോഡൌണുകളിലേക്ക് മൊത്തം അരി പോകുന്നു എന്നുള്ള ആരോപണം ഒഴിവാക്കാൻ GPS സൗകര്യമുള്ള വാഹനം അതാത് കടകളിലേക്ക് എത്തിക്കണം, അവിടുന്ന് ശരിയായ ഉപഭോക്താവിന് അരി എത്തിക്കണം എന്നുള്ള നിയമം അതിനകത്തുണ്ട്. നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല, കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് വന്ന 2013 വന്നതാണ്. അതൊന്നും നടപ്പാക്കാതെ നിങ്ങൾ ഈ നോട്ട് നിയന്ത്രണം കൊണ്ടുവന്നതുപോലെ ഒരു ഒരുക്കങ്ങളില്ലാതെ പെട്ടെന്ന് സാങ്കേതികത്വം പാലിച്ചാൽ ഇതൊക്കെ പാലിക്കുമെന്ന് പറയുമ്പോൾ റേഷൻ കിട്ടാതെ പാവങ്ങൾ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. സംസ്ഥാന സർക്കാർ അവരുടെയൊക്കെ ചീത്തവിളി കേൾക്കേണ്ടി വരും. 2013 നടപ്പാക്കിയ ഒരു നിയമം 2017 ആയിട്ടും പെട്ടെന്നൊക്കെ പറയാം. പിണറായി സർക്കാരായിരുന്നു 2013. പിണറായി 2013 ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ മറുപടി പറയേണ്ട കാര്യമാണത്. നിങ്ങൾ അത് നോക്കുന്നില്ല. ഈ കാര്യത്തിൽ സാവകാശം കൊടുക്കാൻ പുതിയ സാഹചര്യത്തിനനുസരിച്ച് സാങ്കേതികത്വം കുറയ്ക്കാൻ നിങ്ങളും ശ്രമിക്കുന്നില്ല. ഞാൻ പറയട്ടെ ലാലേ, ഓണത്തിന് അരി കിട്ടി, അത് വിതരണം ചെയ്യാൻ സാധിച്ചോ ഈ സർക്കാരിന്? FCI ഗോഡൌണിൽ കെട്ടിക്കിടന്ന് പാഴായി പോയില്ലേ ഒരു ട്രേഡ് യൂണിയൻ സമരത്തിന്റെ പേരിൽ? ആ സമരത്തെ ഒഴിവാക്കി അവിടുന്ന് അത്യാവശ്യ സാധനങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തി അത് എന്തുകൊണ്ട് ഉപഭോക്താവിന് എത്തിക്കാൻ ഒന്നിൽ മാത്രം പിടിക്കാതിരിക്കും ശ്രീ MS കുമാർ. IAS IPS കാര്യം അല്ല, IAS IPS ഒന്നും അവരെന്താ മാനത്ത് പൊട്ടി വീണതാണോ? IAS IPS കാരനെ വരച്ചവരെ നിർത്തി സംസ്ഥാനത്ത് ഭരണം നടത്തിയിട്ടുണ്ടല്ലോ മുമ്പ് പലരും. നിങ്ങൾ എന്താ അതൊക്കെ മറന്നു പോകുന്നത്? നിങ്ങളെ ദയവ് ചെയ്ത് ഇടപെടൽ ഞാൻ പല പ്രാവശ്യം പറയാം. നിങ്ങളെ പെൻഷൻ പറ്റി വീട്ടിൽ പോയിരിക്കുന്ന IPS ഓഫീസുകാരന്മാരെ വിളിച്ചോണ്ട് വന്ന് ഉപദേശകരാക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്? ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായിരിക്കുന്ന രമൺ ശ്രീവാസ്തവയെ ആഭ്യന്തര വകുപ്പ് ഉപദേശിക്കാൻ നാണമില്ല. ആ കാര്യത്തെ കുറിച്ച് ശ്രീ കോടിയേരി ശ്രീ MS കുമാർ ഇതൊക്കെ രാഷ്ട്രീയം ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തിൽ ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹം ഈ പുതിയ ചാർജ് ഏറ്റെടുക്കുമ്പോൾ സാങ്കേതികമായി നിയമപരമായി പാലിക്കാൻ പറ്റാത്ത പദവികൾ ഉണ്ടെങ്കിൽ അത് ഒഴിവായി തന്നെ എത്തും. പിന്നെ അദ്ദേഹം മുൻകാലങ്ങളിൽ ഇവിടെ DGP ആയി ഇരുന്നിട്ടുണ്ട്, പല പദവികളിൽ ഇരുന്നിട്ടുണ്ട്, UDF-ന്റെ കാലത്തുണ്ടായിട്ടുണ്ട്, LDF-ന്റെ കാലത്തുണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ കേന്ദ്ര ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്, കേന്ദ്രത്തിലെ പല ഉയർന്ന പദവികളിൽ ഇരുന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു കുറ്റവാളിയുമാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റാത്ത അദ്ദേഹത്തെ ഇപ്പോൾ ഉപദേശകനായി സ്വീകരിക്കുന്നതിനെ നിങ്ങൾ രാഷ്ട്രീയമായി ആക്രമിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ടാണോ? നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇനി കിടന്ന് വെറുതെ വായിട്ടലയ്ക്കുന്നില്ല. ഞാനതൊന്നുമല്ല. രമൺ ശ്രീവാസ്തവ കേരളത്തിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ഓഫീസറാണ് ഇന്നലെ വരെ. ഇന്നലെ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെ താല്പര്യമാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? സ്വകാര്യ മേഖലയിലോ സഹകരണ മേഖലയിലോ പണമിടപാട് സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് കുറവൊന്നുമല്ല, അതൊരു ജോലിയല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല രാഷ്ട്രീയക്കാരും പല സഹകരണ മേഖലകളിലൊക്കെ സാമ്പത്തിക മേഖലകളിലും അതിന് തലപ്പത്തിരിക്കുന്നില്ലേ ശ്രീ MS കുമാർ? ഞാൻ മതിയാക്കി പോട്ടോ? താങ്കൾ പറഞ്ഞോളൂ, മറുപടി. ഞാൻ മതിയാക്കി പോട്ടെ. ഈ രാജ്യത്തെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും നടക്കുമ്പോഴും CPM മറുഭാഗത്താണ്. ലോ അക്കാഡമി വിഷയം, നെഹ്റു കോളേജ് വിഷയം, എല്ലായിടത്തും. ഏറ്റവും ഒടുവിൽ മൂന്നാറിലെ നിങ്ങളുടെ മറുഭാഗത്ത്, നമ്മളുടെ അല്ല ജനങ്ങൾ എവിടെ നിൽക്കുന്നു അതിന് എതിർഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനം ചെറിയ കാര്യമായി കാണല്ലോ നിങ്ങൾ. നാളെ ജനകീയമായി വലിയ പ്രശ്നങ്ങൾ ജനങ്ങളുമായിട്ടുണ്ടാകുമ്പോൾ ഈ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരിക്കുന്നയാളുടെ നിലപാട് എന്തായിരിക്കും? ആരെ സഹായിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുക? പറയുന്നത് ശരി, BJP-യുടെ അഭിപ്രായം അതാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. പക്ഷേ LDF-ന്റെ ഒരു ഘടകകക്ഷി പറയുന്ന അഭിപ്രായങ്ങൾ എല്ലാം പിടിച്ച് അത് 5-6 എണ്ണത്തിൽ കയറി പിടിച്ച് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു പോകുമ്പോഴാണ് അത് തിരുത്തി അവർ ഒന്നായി കൈകോർത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഉത്തരമില്ലാതെ പോകുന്നത്. അവർ കൈകോർത്താലും കൈകോർത്തില്ലെങ്കിലും നമുക്കൊന്നുമില്ല. ഒരു വർഷം ആകാൻ പോകുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കിയോ? 5 വർഷത്തേക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ദേശാഭിമാനി വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം നിങ്ങൾ പ്രസംഗിച്ച് നടന്നു. എവിടെ ഏതെങ്കിലും ഒരു സാധനം വില വർദ്ധിച്ചില്ല, വില കുറച്ചില്ല എന്നുള്ളത് പോട്ടെ, അന്ന് അധികാരത്തിൽ വന്ന സമയത്ത് വിലയാണോ ഇപ്പോഴുള്ളത്? വിലയെല്ലാം ഇരട്ടിയായില്ലേ? ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനത്തിന്റെ വില നിയന്ത്രിക്കാൻ സാധിച്ചു? അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കെന്താണ്? കേന്ദ്രത്തോട് ചോദിച്ചിട്ടാണോ അന്ന് ഈ പ്രഖ്യാപനം നടത്തിയത്? കേന്ദ്രം സംസ്ഥാനങ്ങളോട് ചോദിച്ചിട്ടാണോ ഈ നോട്ട് നിയന്ത്രണം ഒക്കെ കൊണ്ടുവന്നത്? അല്ല, കേന്ദ്രം അങ്ങനെ പലതും ചോദിക്കേണ്ട കാര്യമില്ല. കേന്ദ്രം ചോദിക്കാൻ നടപ്പാക്കട്ടെ ജനങ്ങൾ മുഴുവൻ കേരള അംഗീകരിച്ചു. ഞാൻ തിരിച്ചു വരാം. നിങ്ങൾ എന്താ അത് കാണാത്തത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ A. സജീവൻ, ഈ പറയുന്ന അഭിപ്രായങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. P. ബിജു ഭരണപക്ഷത്തിന്റെ അഭിപ്രായം പറഞ്ഞു, കോടിയേരി പറഞ്ഞത് നമ്മൾ വ്യക്തമായി കേൾക്കുകയും ചെയ്തു. പക്ഷെ പ്രതിപക്ഷം പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ സ്വന്തം നിലപാട് പോലും അല്ല. ഇതിപ്പോൾ ഈ സർക്കാരിനെ അടിക്കാൻ കിട്ടുന്നതായി ആരെങ്കിലും പറയുന്നതിന് എടുത്തു പറയുന്നത് ഒരു പക്ഷേ ചർച്ചകൾക്ക് സഹായകരമാകും. ഇത് BJP-യുടെയും കോൺഗ്രസിന്റെയും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രതിപക്ഷ നിലപാടായി കാണേണ്ടതുണ്ടോ? അതോ താൽക്കാലികമായി അവസരം ഉപയോഗിക്കുന്ന ഒരു ആരോപണത്തിന്റെ മാത്രം ഫലമായിട്ടുള്ളതാണോ?
അതുകൊണ്ടാണോ ഇന്ന് കോടിയേരി മറുപടി പറഞ്ഞപ്പോൾ ഉത്തരമില്ലാതെ പോകുന്നൊരു സാഹചര്യം നമുക്ക് നിരീക്ഷിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഇതിൽ പലതിലും അവസരം ഉപയോഗിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ MS കുമാർ പറഞ്ഞിട്ടുള്ള ഈ സെക്യൂരിറ്റി ഓഫീസർ പ്രശ്നം, ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുക ഏതോ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണെന്നാണ്. അതല്ലല്ലോ പ്രശ്നം. ഇദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനെ പോലൊന്നുമല്ലല്ലോ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ചുമതല എന്തായിരുന്നു? അദ്ദേഹം ഈ സംസ്ഥാനത്ത് UDF ഉണ്ടായപ്പോഴും LDF ഉണ്ടായപ്പോഴും പോലീസ് മേധാവിയായിരുന്ന ആളാണ്. കേരളത്തിൽ തുടർച്ചയായിട്ട് പോലീസിൻ്റെ പല തലങ്ങളിലും പ്രവർത്തിക്കുകയും പോലീസ് മേധാവി DGP ആയിട്ട് UDFൻ്റെ കാലത്ത് LDFൻ്റെ കാലത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം BSFൻ്റെ തലവനായിട്ട് പോയി. അങ്ങനെ കേന്ദ്രത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട് അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളുടെ ഉപദേശം എടുക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തോന്നുന്നു എനിക്ക് ഇന്ന ആളുടെ ഉപദേശം എടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? LDFൻ്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ 3 വർഷക്കാലം DGP ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം എടുക്കുന്നതുകൊണ്ട് അത് വേറൊന്നുമല്ല. ഇപ്പോൾ ഉപദേശം പറഞ്ഞത് മുഴുവൻ അതേപടി അനുസരിക്കുമെന്നുള്ള കുറിപ്പോട് കൂടിയിട്ടല്ലോ നിയമിക്കുന്നത്. ഇദ്ദേഹത്തിന് പ്രത്യേക കാശും കൊടുക്കുന്നില്ല. അവിടെ എന്താ പ്രശ്നം? അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം ഈ നോട്ട് പിൻവലിക്കൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ ഉപദേശം എന്തായിരുന്നു, അവരുടെ അഭിപ്രായം എന്തായിരുന്നു, സർക്കാർ എന്ത് നിലപാടെടുത്തുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഉപദേശിക്കാൻ ഒരാളെ വെച്ചു എന്നുള്ളതുകൊണ്ട് പ്രശ്നമാക്കേണ്ട. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം സർക്കാരുണ്ടാവുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. വെറുതെ ഒരാൾ വെച്ചിട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നതും പ്രതിപക്ഷം BJPയും UDF എല്ലാം ഏറ്റുപിടിച്ചിരുന്നതുമായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം മുതലാളിയുടെ ഭാഷയിൽ പിണറായി സംസാരിക്കുന്നു. ഇന്ന് കോടിയേരി അതിനുള്ള മറുപടി പറഞ്ഞു. അത് എന്താണ് സംഭവം? ഇവിടെ ഇതിനു മുമ്പേ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കേസിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ സമരം കൊണ്ട് എന്ത് നേടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിന് മുമ്പ് 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പേ തന്നെ, ആരെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. നിങ്ങൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു അഭിഭാഷകനെ ഇതിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചു. ഇങ്ങനെ ഓരോ കാര്യവും നടപ്പാക്കി തന്നിട്ടും പിന്നീട് എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിൻ്റെ കൂടെ ഈ മുതലാളിയുടെ ഭാഷയില്ലാതെ വരും. അതിനെ മുതലാളി ഭാഷ എന്ന രീതിയിൽ കാനം ചിത്രീകരിച്ചതും മറ്റ് പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ പറയാം. പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ മാത്രമല്ല, നമുക്കറിയാവുന്നതാണ് ഈ കേസിൻ്റെ സ്ഥിതി. ഇപ്പോഴും നമ്മളെല്ലാവരും വികാരം കൊണ്ടോ ജനങ്ങളുടെ ആവേശം കൊണ്ടോ പോകുന്നുണ്ടല്ലോ. ഈ ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യാ നോട്ട്, സൂയിസൈഡ് നോട്ടിൻ്റെ ഒരു പ്രശ്നം, അതിൽ ആരെക്കുറിച്ച് പോലും പരാമർശമില്ല എന്ന് പറയുന്നത് കോടതിയാണ്. അങ്ങനെയുള്ളിടത്ത് അറസ്റ്റ് ചെയ്യാൻ സർക്കാർ വിചാരിച്ചാൽ പറ്റുമോ? ഇപ്പം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും അതിൽ ചില പ്രശ്നങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഈ പ്രതിപക്ഷം ചെയ്തതിന് ഞാൻ കുറ്റപ്പെടുത്തില്ല, BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ ലീഗോ ആര് ചെയ്താലും കുറ്റപ്പെടുത്തില്ല. അത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത് CPI ആയിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ മുതലാളിയുടെ ഭാഷ എന്ന് പറയുമ്പോഴും രമൺ ശ്രീവാസ്തവയെ കാണുമ്പോൾ രമൺ ശ്രീവാസ്തവ എന്ന് കേൾക്കുമ്പോൾ കരുണാകരൻ്റെയും അല്ലെങ്കിൽ സിറാജുന്നീസയുടെയും പേരാണ് ഓർമ്മ വരിക എന്നൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ പിന്നെ ഒരു സാങ്കേതിക പ്രശ്നം ഉപയോഗിച്ച് ഞാൻ CPM-ന് വേണ്ടി വാദിക്കില്ല. ഇതിൽ CPM-നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിൽ പ്രതിപക്ഷത്തിൻ്റെ റോളിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം അവരത് ചെയ്യേണ്ടവരാണ്. പക്ഷേ അത് ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടും അവർ ഭരണത്തിലിരുന്നപ്പോൾ അവർ എന്താണ് ചെയ്തത് എന്നതും ചോദ്യം ചെയ്യപ്പെടില്ലേ, അന്വേഷിക്കില്ലേ? ചില കാര്യങ്ങളിൽ കൂടി അന്വേഷണം ആവശ്യമുണ്ട്. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. പരമാവധി 1.5 മിനിറ്റ് എല്ലാ അതിഥികൾക്കും ലഭിക്കും. അത് മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കണം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ ഈ പല കാര്യങ്ങളിലും ഇവിടെ ഇന്നിപ്പോൾ എണ്ണിപ്പറഞ്ഞ 6-7 കാര്യങ്ങളിൽ പലതും കോടതിയുടെ ഇടപെടലുകളിലൂടെ പല തടസ്സങ്ങളിൽ നിൽക്കുന്നതാണ്. LDF നയത്തിന് പോലും യോജിച്ച് പോകാൻ പറ്റാത്ത വിധം ഒരു അന്വേഷണം നടത്തി തീരുമാനമെടുത്ത് നയം അതിനെ ഒപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണം, വിവരാവകാശ നിയമത്തിൻ്റെ കാര്യം, മൂന്നാറിലെ വിഷയത്തിൽ, ജിഷ്ണു പ്രണോയുടെ വിഷയത്തിൽ, ഈ നക്സൽ വർഗീസിൻ്റെ കാര്യത്തിൽ
കോടതിയിൽ ഉണ്ടായ പഴയ നിങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എടുത്തു വച്ചിരുന്ന ഒരു അഫിഡവിറ്റ് പിന്നീട് അഭിഭാഷകർ മാറാനുണ്ടായ കാലതാമസത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ കോടതിയുടെ നിലപാടുകൾ, കോടതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഉണ്ടായ തടസ്സങ്ങൾ, വാർത്തയാകുന്നതിൽ എടുക്കുന്ന നിലപാടുകളൊക്കെയാണ്. നിങ്ങൾ ഭരിച്ചപ്പോഴും ഘടകകക്ഷികൾ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള വിഷയങ്ങളിലല്ല, ഒരുപക്ഷെ ഒറ്റക്കെട്ടാണ്, മുഖ്യമന്ത്രിയുടെ കൂടെയാണ് എന്നൊക്കെ പറയുന്ന പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും, ഞാൻ ഏതൊക്കെ വിവാദങ്ങളെന്ന് ഇപ്പോൾ എടുത്തിടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് മുന്നണികളുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരുപോലെ കാണാനാകുന്നില്ലല്ലോ. ഇതൊരു നയപരമായ ഇടപെടലായി കണ്ടുകൂടെ? നയപരമല്ലല്ലോ. ഇപ്പം ജിഷ്ണു പ്രണയുടെ കോടതിയിലെ കേസിന് സ്ഥിതി എന്താ? എന്തുകൊണ്ട് ഹൈക്കോടതി ജാമ്യം കൊടുത്തത്? ജാമ്യം കൊടുക്കുന്ന രീതിയിലാണ് അവിടെ ആർഗ്യുമെന്റ് നടന്നിട്ടുള്ളത്. മഞ്ചേരി ശ്രീധരൻ ഉഴപ്പിയത് കൊണ്ടാണ്, അദ്ദേഹം ബബ്ബാറിനെ കൊണ്ടാണ് ആദ്യം കൃഷ്ണദാസ് ജാമ്യം കിട്ടിയത്. എല്ലാം എടുത്തോ. ഞാൻ ഓരോ കേസിൽ സമയത്ത് ഞാൻ പറയുന്നില്ല. ഈ 4 പേർക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി സർക്കാർ വക്കീലന്മാർ അവിടെ കളിച്ചു. അതല്ലേ യാഥാർത്ഥ്യം? പിന്നെ അത് ഒരു ഭാഗത്ത് പറയും, കോടതി മേൽ കെട്ടിവെക്കുകയും ആ പാവപ്പെട്ട മഹിജയെ പറഞ്ഞ് പറ്റിക്കുക, ഞങ്ങളെല്ലാം ചെയ്തെന്ന് പറഞ്ഞ്. അത് തന്നെയാണ് അവര് ഈ കാര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിന്നീട് ഈ സർക്കാരിന്റെ ഇടപെടൽ. കാരണം ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ലാഗിങ്ങും ഒക്കെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ശീലം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു കേസിൽ പോലീസുകാർ ഇടപെടുന്ന ഒരു രീതി ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ കേസെടുക്കാറില്ലായിരുന്നു. അതുകൊണ്ടുണ്ടായ ഒരു തുടക്കത്തിലൊരു ശീലമുണ്ട്. കോടതികളിലെ വാദവും അങ്ങനെ പോയിട്ടുണ്ടാകാം. പിന്നീട് മാറി ഒരു പുതിയ തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ സർക്കാർ. ഇപ്പോൾ ചരിത്രത്തില്ലാത്ത രീതിയിലാണ് പോകുന്നത് ജിഷ്ണു പ്രണോയുടെ കേസിൽ. എൻ്റെ ലാല, ആരാണ് മഞ്ചേരി ശ്രീധരൻ നായർ? 2 പ്രാവശ്യം കേരളത്തിൽ മന്ത്രി ശിവദാസും അവൻ്റെ സണ്ണിലും അറിയപ്പെടുന്ന ലോയറാണ് അദ്ദേഹം. LDF-നാണല്ലേ, മാർക്സിസ്റ്റുകാരനല്ലേ? അപ്പോൾ നിങ്ങൾ അതൊന്നും രക്ഷപ്പെടാൻ നോക്കണ്ട. ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം അവിടെ നിൽക്കും. എന്താണ് ശ്രീ കാനത്തിന് ലേറ്റസ്റ്റ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആരുടെയും ശോഭ കണ്ടല്ല CPI ഇടതുപക്ഷം ചേർന്നത്. ശരിയാണ്. മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അത് CPM നേതാക്കളും പറയും, CPIയുടെ നേതാക്കളും പറയും, കോൺഗ്രസ് നേതാക്കളും പറയും, BJP നേതാക്കളും പറയും, കയ്യടി കിട്ടാൻ വേണ്ടി. അതല്ല ഇപ്പോൾ ഔദ്യോഗിക നിലപാടായി എടുക്കാൻ സാധിക്കുക. ശ്രീ MS കുമാർ, താങ്കൾക്കുള്ള ചുരുങ്ങിയ സമയത്തിനകത്ത് ഇതേ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മുന്നണികൾ തമ്മിൽ അധികാരത്തിലെത്തുമ്പോൾ ഒരേപോലെയാണ് എന്ന് കാണാൻ സാധിക്കില്ല. ഇതിനകത്ത് കൃത്യമായി കോടതികളുടെ ഇടപെടൽ, ഒരുപക്ഷെ ഇപ്പോൾ മഞ്ചേരി ശ്രീധരൻ നായരുടെ കാര്യം, അഭിഭാഷകരുടെ കാര്യം, രമൺ ശ്രീവാസ്തവയുടെ കാര്യം, ഇതൊക്കെ ഒരു സിസ്റ്റത്തിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നവരാണ്. ഇവരെ ഒന്നും മാറ്റി പെട്ടെന്ന് നശിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അവരെ പുതിയ നയത്തിനനുസരിച്ച് ശീലിപ്പിച്ചു കൊണ്ടുവരാനേ സാധിക്കൂ. 1.5 മിനിറ്റല്ലേ? ഇനി 1 മിനിറ്റ് ഇടയ്ക്കറില്ലേ? 1 മിനിറ്റ് ഇടയ്ക്കറില്ലേ? ഞാൻ ഇവിടെ കോടതിയുടെ മുമ്പിൽ എത്തുന്ന കേസുകൾ, ആ കേസുകൾ എങ്ങനെയാണോ കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പിലെത്തിയിരിക്കുന്നത്, അതിൻ്റെയും തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ കോടതികൾ വിധിക്കുന്നത്. നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സൂചിപ്പിച്ചതുപോലെ അനായാസം ജാമ്യം കിട്ടും വിധത്തിലാണ് ആ കേസുകൾ നിങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ച്. ഒളിവിൽ കഴിയുന്നവർക്ക് പോലും, അതാണ് ഈ കേസിൽ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ ഒരു വാർത്ത വായിച്ചിട്ടില്ല. സാധാരണ കോടതികൾ മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോഴും കീഴ്ക്കോടതി ഹാജരാകാനാണ് പറയുന്നത്. ഇത് ഒളിവിൽ കഴിയുന്നവർക്ക് വരെ ജാമ്യം കൊടുത്തിരിക്കുന്നു. അത്രയും ദുർബലമായ വകുപ്പുകൾ എഴുതി പ്രതികളാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതുപോലെ ആ വിഷ്ണു പ്രണോയുടെ അമ്മയെ പറ്റിച്ചു. കോടതി പറ്റിച്ചു? കോടതിയല്ല, ഈ സർക്കാർ. ഇപ്പൊ പറഞ്ഞല്ലോ കോടതിയല്ലേ ജാമ്യം കൊടുത്തു. ഞാൻ പറഞ്ഞു ഇടയ്ക്കറില്ല, ദയവ് ചെയ്ത്. സർക്കാർ സുപ്രീം കോടതി പോയിരിക്കുക ജാമ്യം റദ്ദാക്കാൻ. അതെ, സുപ്രീം കോടതി പോയി വരുമ്പോഴേക്കും ആ കേസിന്റെ ഗതി നമുക്കറിയാം. പിന്നെ രണ്ടാമത് നിങ്ങൾ പറയും, ഇദ്ദേഹം ചോദിച്ചല്ലോ എന്ത് നേടി സമരം കഴിഞ്ഞ്. അത് ചോദിക്കേണ്ടത് എപ്പോഴാ? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയൊക്കെ വെച്ച് ആശുപത്രിയിൽ പോയി അവരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് മുമ്പേ ഈ ചോദ്യം ചോദിക്കണമായിരുന്നു. ഒത്തുതീർപ്പുണ്ടാക്കി അതിന്റെ ആ ഒത്തുതീർപ്പ് പേപ്പർ കൈ കിട്ടുന്നൊക്കെ പറഞ്ഞ ആ പാവങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് അത് പറയേണ്ടത്. എപ്പോഴായിരുന്നു? മുഖ്യമന്ത്രി ആർജവം കൂടെ നിന്ന് ഇതിനെ ഇങ്ങനെ കുത്തിത്തിരിച്ചവരല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. ആരാണ് കുത്തിത്തിരിച്ചുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ 4-5 ഉപദേശകർ ചുറ്റിനും നിന്ന് ഉപദേശിക്കുമ്പോൾ ഇതൊക്കെ കൂടി ഉപദേശിച്ചു കൊടുക്കാൻ പറയണം. തീർച്ചയായും ആ ഉപദേശകർ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് പറഞ്ഞതുപോലെ ഈ ഉപദേശകർ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ കുത്തിത്തിരിപ്പുകാരുണ്ട്, അതുകൊണ്ട് അവരെ അന്വേഷിക്കണം, ഗൂഢാലോചനയുണ്ട്, അവരിൽ നിന്ന് ഈ കാര്യങ്ങൾ വ്യക്തമാകണം എന്ന് തന്നെയാണ്. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് തലേ ദിവസം അവരോട് ഒത്തുതീർപ്പിന് പോകുന്നതിന് മുമ്പേ ചെയ്യണമായിരുന്നു. എന്ത് നേടിയെന്നൊക്കെ ചോദിക്കണം. ഒത്തുതീർപ്പുണ്ടാക്കി ആര് നയിച്ചു? അവരറിയാതെ
അറിയാതെ അവരെ ആര് സമരത്തിലേക്ക് കൊണ്ടുവന്നു? നിസ്സാരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാൽ സമരം തീരാമായിരുന്ന ഈ കാര്യത്തെ ആരാണ് ഇങ്ങനെ കൊണ്ടുപോയത്? ആര്? CPM-ന്റെ കുത്തകയാണോ സമരം? പി ബിജു. സമരം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, സമരത്തെ പിന്തുണയ്ക്കാൻ പലരും ഉണ്ടാവും. ശരി, പി ബിജു. CPM-ന്റെ കുത്തകയൊന്നുമല്ല രാജ്യത്ത് സമരം. ഒന്ന് ഇവർ പറഞ്ഞതിന് മറുപടി പറയാം. ഇതാണ് ഈ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത്. വർഗീസ് ഇഷ്യൂവും ഇപ്പം നിലമ്പൂർ നടന്ന ഇഷ്യൂവും രണ്ടും രണ്ടാണ്. വർഗീസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വ്യാജ ഏറ്റുമുട്ടലുണ്ടാക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി കണ്ണ് ചൂന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. നിലമ്പൂർ അതല്ല. നിലമ്പൂർ വ്യാജ ഏറ്റുമുട്ടലല്ല നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അത് വെടിവെച്ചവർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങോട്ട് വെടിവെച്ചെന്ന്. അപ്പോൾ അതിലും ചിലർക്ക് സംശയമുണ്ട്. അതിനെ സംബന്ധിച്ച് മജിസ്ട്രേറ്റ് തലത്തിൽ അന്വേഷണം നടക്കുന്നു. അതാണ് രണ്ടും രണ്ടാണ്. വർഗീസ് സംഭവവും നിലമ്പൂർ സംഭവവും രണ്ടും രണ്ടാണ്. അത് രണ്ടായിട്ട് തന്നെ കാണണം. ഇതിനെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറയരുത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഹൈക്കോടതി ഇഷ്യൂ തന്നെ എന്ത് നീചമായ നടപടിയാണ് ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെപ്പോലും അന്ധമായ ഈ ഗവൺമെൻറ്റിനോടുള്ള വിരോധം വെച്ച് ന്യായീകരിക്കുകയല്ലേ. ആ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നതെന്താണ്? ബെയിൽ കൊടുക്കണമോ കൊടുക്കണ്ടേ എന്നുള്ള പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളൂ. ആ ജഡ്ജി എന്താ പറഞ്ഞത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ പിടിച്ചുകൊണ്ട് വന്ന്? തൊപ്പി പോവും, നിങ്ങൾക്ക് ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിൽക്കില്ലല്ലോ, ഇത് ആത്മഹത്യ കുറിപ്പ് കൊണ്ടുപോവാ. ഈ കാര്യങ്ങളൊന്നും കോടതിയുടെ പരിഗണനയിൽ വന്ന പ്രശ്നമേ അല്ല. കോടതി ഈ കാര്യങ്ങളെല്ലാം പരസ്യമായ റിമാർക്ക് നടത്തിയിട്ടുള്ളതാണ്. ഏത് കേസിലാണ് ഇതുപോലൊരു സമ്പന്നന് വേണ്ടി, ഇതുപോലൊരു മുതലാളിക്ക് വേണ്ടി ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് എന്താ? ഇതൊരു ഗ്രേവായിട്ടുള്ള ഒഫൻസാണ്, പ്രതികൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഗവൺമെൻറ് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ താഴെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണ്ടേ? ഇവിടെ ഹൈക്കോടതി സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചു. ബെയിൽ ചോദിക്കും, ബെയിലിന്റെ കാര്യമല്ല പറയുന്നത്. എന്തിനു വിളിച്ചോണ്ട് വന്നു? തൊപ്പി പോവും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ എ സജീവൻ എന്നോട് ദയവായി ക്ഷമിക്കുക, അങ്ങയിലേക്ക് വരാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പി ബിജു, ശ്രീ MS കുമാർ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ എ സജീവൻ.